നവീൻ ബാബു കേസിൽ സിപിഎമ്മിനും സർക്കാരിനും ഇരട്ടത്താപ്പാണെന്ന് പത്തനംതിട്ട ഡിസിസി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. കേസ് സിബിഐ അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലാത്ത കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മും നവീൻ ബാബു കേസിൽ ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നതെന്നും ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കുരുക്കാൻ സരിത എസ് നായരിൽ നിന്നും വെള്ളപ്പേപ്പറിൽ പരാതി എഴുതുവാങ്ങി അന്വേഷണം സിബിഐയെ ഏൽപ്പിച്ച മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ സിബിഐക്കെതിരായി ആക്ഷേപം പറയുന്നത് വിരോധാഭാസമാണെന്നും സതീഷ് കൊച്ചുപറമ്പിൽ ആരോപിച്ചു. ബിജെപി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ ഭവനം സന്ദർശിച്ചു. മറ്റ് പാർട്ടിക്കാരൊക്കെ സന്ദർശിച്ചെങ്കിലും അവരാരും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആദ്യമായി ഈ കേസ് തെളിയണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള സമര പരിപാടികളാണ് നമ്മൾ നടത്തിയത്. ഓരോ ഈ പല കേസുകളല്ലേ, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. അന്നില്ലാതിരുന്ന സിബിഐ വിരോധം നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുവാനും ഇപ്പോഴുള്ള അന്വേഷണം അട്ടിമറിക്കുവാനുമാണെന്നും ഡിസിസി പ്രസിഡന്റ് പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം, സിപിഎം നേതാക്കളുടെ ഇടപെടൽ മൂലം പെട്ടെന്ന് മൃതദേഹം സംസ്കരിച്ച നടപടി എന്നിവ സംശയം ജനിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകാത്തതും സിസിടിവി ദൃശ്യങ്ങളും ഫോൺ രേഖകളും കണ്ടെടുത്ത് വിശദമായ അന്വേഷണം നടത്താത്തതും വൻ ഗൂഢാലോചനയുടെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നിലപാടുകളും സംശയകരമാണ്. സിബിഐ അന്വേഷണം സംബന്ധിച്ച് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കളും അഭിപ്രായം വ്യക്തമാക്കാത്തത് ജാള്യതയും കണ്ണൂർ ലോബിയോടുള്ള വിധേയത്വവും മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണം സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് നീതി ഉറപ്പാക്കുന്നതിന് ഇപ്പോഴുള്ള SITയുടെ അന്വേഷണ പ്രഹസനം അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര ഏജൻസിയായ സിബിഐയെ ഏൽപ്പിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾ ഡിസിസി സംഘടിപ്പിക്കുന്നതാണെന്ന് UDF ജില്ലാ കൺവീനർ A ഷംസുദ്ദീൻ, ഡിസിസി വൈസ് പ്രസിഡന്റ് A സുരേഷ് കുമാർ, സംഘടനകാര്യ ജനറൽ സെക്രട്ടറി സാമുവേൽ കിഴക്കുംപുറം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ കളക്ടറുടെ നിലപാടുകളോട് യോജിപ്പില്ലെന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം ശരിയായ തരത്തിൽ മുന്നോട്ടു പോകണമെന്ന് CITU നേതാവും ബന്ധുവുമായ മലയാലപ്പുഴ മോഹനനും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.